ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് ആഹ്വാനം. ദാരിയൂസ് രാജാവിന്റെ 2-ാം ഭരണവർഷം 6-ാം മാസം 1-ാം ദിവസം യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബ്ബാബേലിനും യഹോസാദാക്കിന്റെ മകനും പ്രധാന പുരോഹിതനുമായ ജോഷുവയ്ക്കും ഹഗ്ഗായി പ്രവാചകൻ വഴി ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരുമാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ. ഞാനതിൽ സംപ്രീതനാകും, മഹത്വത്തോടെ ഞാനതിൽ പ്രത്യക്ഷനാകും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഏറെ തേടി, ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തന്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞു പെയ്യ്ക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബ്ബാബേലും യഹോസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവയും ജനത്തിൽ അവശേഷിച്ചവരും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുകയും തങ്ങളുടെ ദൈവമായ കർത്താവ് അയച്ച പ്രവാചകനായ ഹഗ്ഗായിയുടെ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്തു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. അപ്പോൾ കർത്താവിന്റെ ദൂതനായ ഹഗ്ഗായി കർത്താവിന്റെ സന്ദേശം ജനത്തെ അറിയിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിന്റെ പുത്രൻ സെറുബ്ബാബേലിനെയും യഹോസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവയെയും അവശേഷിച്ചിരുന്ന ജനത്തെയും കർത്താവ് ഉത്തേജിപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന് ആലയം പണിയാൻ തുടങ്ങി. ഇത് 6-ാം മാസം 24-ാം ദിവസമാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. പുതിയ ദേവാലയം. ദാരിയൂസ് രാജാവിന്റെ 2-ാം ഭരണവർഷം 7-ാം മാസം 21-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബ്ബാബേലിനോടും യഹോസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവയോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക, ഈ ആലയത്തിന്റെ പൂർവ്വമഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട്? ഇപ്പോൾ ഇതിന്റെ സ്ഥിതി എന്താണ്? തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ? എങ്കിലും സെറുബ്ബാബേൽ ധൈര്യമായിരിക്കുക. യഹോസാദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവ ധൈര്യമായിരിക്കുക. ദേശവാസികളെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, പണിയുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വെള്ളി എന്റേതാണ്, സ്വർണവും എന്റേതാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു,
ഈ ആലയത്തിന്റെ പൂർവ്വമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 9-ാം മാസം 24-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, പുരോഹിതന്മാരോട് ഈ പ്രശ്നത്തിൽ ഉത്തരം ചോദിക്കുവിൻ. ആരെങ്കിലും തന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് വിശുദ്ധ മാംസം പൊതിയുകയും ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റേതെങ്കിലും ഭക്ഷ്യധാന്യമോ സ്പർശിക്കുകയും ചെയ്താൽ അവ വിശുദ്ധമാകുമോ? ഇല്ല, പുരോഹിതന്മാർ പറഞ്ഞു. ഹഗ്ഗായി ചോദിച്ചു, ശവശരീരത്തിൽ സ്പർശിച്ച് അശുദ്ധനായ ഒരുവൻ ഇതിലേതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ? അശുദ്ധമാകും, അവർ പറഞ്ഞു. അപ്പോൾ ഹഗ്ഗായി പറഞ്ഞു, ഈ ജനവും രാജ്യവും എന്റെ മുൻപിൽ അങ്ങനെ തന്നെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, അപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ്. കർത്താവിന്റെ ആലയത്തിനു വേണ്ടി കല്ലിന്മേൽ കല്ല് വെക്കുന്നതിന് മുൻപ് ഇന്നുവരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നു എന്ന് ചിന്തിക്കുവിൻ. എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി? 20 അളവ് ധാന്യം കൂട്ടിയിരിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേയുള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിന്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ മാസം 24-ാം ദിവസം ഹഗ്ഗായിക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ സെറുബാബേലിനോട് പറയുക, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോകുന്നു. രാജ്യങ്ങളുടെ സിംഹാസനങ്ങൾ ഞാൻ തകർക്കും. ജനതകളുടെ സിംഹാസനങ്ങളുടെ ശക്തി ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. അവരുടെ രഥങ്ങളെയും സാരഥികളെയും ഞാൻ മറിച്ചിടും. കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്നവരും സഹയോദ്ധാക്കളുടെ വാളിനിരയാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഷെയാൽത്തിയേലിന്റെ മകനും എന്റെ ദാസനുമായ സെറുബാബേലെ, അന്ന് ഞാൻ നിന്നെ എന്റെ മുദ്രമോതിരം പോലെ ആക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു.